ഞാൻ പരിപൂർണമായി നിങ്ങൾക്ക് എല്ലാ പിന്തുണയുമായി ഉണ്ടാകുമെന്ന് വളരെ സ്നേഹപൂർവ്വം അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള വളരെയധികം സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് നാഷണൽ NGO കോൺഫറൻസിന്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. അപ്പൊ എഫിഷ്യൻസി എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന പുറകിലിരിക്കുന്ന ജോയി ചേട്ടൻ ഉപയോഗിക്കുന്ന ബൈക്ക് മാനേജ്മെന്റ് എന്ന് നമുക്ക് എന്ന ഒരു വേർഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓർഗനൈസേഷണൽ മാനേജ്മെന്റ്. ഇന്നൊരു നല്ല സുദിനമാണ്. 207 സന്നദ്ധ സംഘടനകൾ ഇന്ന് നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിൻ്റെ രാജഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ സ്റ്റേറ്റ് ബോർഡ് മെമ്പറും ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയുമായ ശ്രീമതി ബീന സെബാസ്റ്റ്യനും മറ്റ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ശ്രീമതി ബീന സെബാസ്റ്റ്യൻ എന്താണ് ഇവിടെ 207 സന്നദ്ധ സംഘടനകളെ സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം? കേരളത്തിലുള്ള 14 ജില്ലകളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. രണ്ടാമതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നതായിട്ടുള്ളൊരു വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നദീ സംരക്ഷണ പദ്ധതിയാണ്. ചെറിയ ഗാഡ്ജറ്റ്സുകൾ മാത്രം എടുക്കുക എന്നുള്ളതല്ല, ഇന്ന് സമൂഹം നേരിടുന്നതായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെ എല്ലാം അനലൈസ് ചെയ്യുന്നതിനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നദീ സംരക്ഷണം എന്നുള്ള ഒരു വലിയ പ്രോജക്റ്റിന് അടുത്ത 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് എടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ആദ്യം ഒരു വിളംബര ജാഥ നമ്മുടെ ആലുവ മണപ്പുറത്ത് വെച്ച് ആരംഭിക്കുകയുണ്ടായി. ധാരാളം ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. അതിനുശേഷം ഒരു സ്വാഗത സംഘം രൂപീകരണം അദ്വൈത ആശ്രമത്തിൽ വെച്ച് നടത്തുകയുണ്ടായി. വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്നുള്ള ആളുകൾ, പരിസ്ഥിതി പ്രവർത്തകർ, നദീ സംരക്ഷകർ, അതേപോലെ തന്നെ ചിത്രകാരന്മാർ, NGOs ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ നദീ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സ്വാഗത സംഘം രൂപീകരിച്ചത്. അതിൻ്റെ പ്രധാനം നമ്മുടെ ദ്വൈത ആശ്രമത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സ്വാമി ധർമ്മ ചൈതന്യയും അതേപോലെ തന്നെ പെരിയാർ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പ്രകാശ് എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലാണ് നാഷണൽ NGO കോൺഫെഡറേഷനിലൂടെ സഹകരിച്ചുകൊണ്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് മുൻപോട്ട് വന്നിരിക്കുന്നത്. അത് 5 വർഷം നീളുന്ന ഒരു പരിപാടിയാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച് 14 ജില്ലകളിൽ കൂടെ കടന്നു പോകുന്ന 44 നദീതീരങ്ങളിലെ പരിപാടികൾ ചുരുക്കൂട്ടി ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. എങ്ങനെ നദിയെ സംരക്ഷിക്കുക എന്നുള്ളത് അത് പ്രതിബദ്ധരാക്കുന്നതിന് ഓരോ വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ മുൻപോട്ട് വരണമെന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. നന്ദി വേണം. ശ്രീ അനീം പി ജോൺ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. സാറേ, 207 സന്നദ്ധ സംഘടനകൾ ഇവിടെ വരുമ്പോൾ അവർക്കും സമൂഹത്തിനും എന്തൊക്കെ ഗുണങ്ങളാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ വഴി ലഭിക്കാൻ സാധ്യതയുള്ളത്? നാഷണൽ NGO കോൺഫെഡറേഷൻ സാറ് ഒരു വിളക്കം ചെയ്യുമ്പോൾ തന്നെ സമൂഹത്തിൻ്റെ ഒരു സുസ്ഥിര വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ ഒന്നാകെ ഉന്നമനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള എല്ലാ സപ്പോർട്ടുകളും കൈത്താങ്ങലുകളും നൽകി അവരെ ഉന്നമനത്തിലെത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടും കാണുക. ഇന്ന് 207 സംഘടനകൾ ഇവിടെ സമ്മേളിക്കുകയാണ്. ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി വരുന്ന നാളുകളിൽ മുഴുവൻ NGOസിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അത് നമ്മുടെ വായനശാലകളാകട്ടെ,
ചാരിറ്റബിൾ ട്രസ്റ്റുകളാകട്ടെ, അതോടൊപ്പം റെസിഡൻസ് അസോസിയേഷനുകളാകട്ടെ, അങ്ങനെ ഏതെല്ലാം NGOs ഉണ്ടോ ആ മുഴുവൻ NGOസിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹത്തിലെ മുഴുവൻ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ സഹായങ്ങൾ അതത് മേഖലകളുമായി ബന്ധപ്പെട്ട്, തീരദേശ മേഖലകളാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച്, മലയോര മേഖലകളാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച്, മറ്റു മേഖലകളിലുള്ള ആളുകൾക്ക് ഏതാണോ സഹായം ആവശ്യമുള്ളത് ആ സഹായം നൽകിക്കൊണ്ട് അതൊരു സുസ്ഥിര വികസന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുക. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ ക്ലാസ്സുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം ജില്ലാ സമ്മേളനത്തിൻ്റെ സമ്മേളന പ്രവർത്തനങ്ങളും നടക്കും. നന്ദി സാർ. ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ് പെരിയാർ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ്. ഈ വളരെയധികം സംഘടനകൾ നമ്മളുടെ ഈ ഒരു പദ്ധതികളിലൂടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്. അതേസമയം പരിസ്ഥിതി സംരക്ഷണ മേഖലയിലുള്ള ആളുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന, സംഘടനകളെ കോർഡിനേറ്റ് ചെയ്യുന്ന ശ്രീ അഡ്വക്കേറ്റ് പ്രകാശ് സാറാണ്. സാർ, ഈ നദീ സംരക്ഷണ യാത്ര നടത്തിയാൽ നമ്മുടെ നദികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധജലത്തിന് വേണ്ടി എന്തൊക്കെ സാധ്യതകൾ, എന്തൊക്കെ പദ്ധതികൾ, എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ നദിയിൽ ഉണ്ടാകുമെന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത്? സത്യത്തിൽ കേരളത്തിൽ ആദ്യത്തെ ഒരു ഇന്നോവേറ്റീവ് പ്രോജക്റ്റാണ് നടക്കാൻ പോകുന്നത്. ഇതുവരെ ആരും ഈ മേഖലയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രീ KN ആനന്ദകുമാർ നയിക്കുന്ന നദിയാത്രയോടുകൂടി കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. 44 നദികൾ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എത്ര നദികൾ അവശേഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇത് നമ്മൾ കണ്ടെത്തുക. ഈ കണ്ടെത്തൽ പ്രഥമമായി നമുക്ക് എറണാകുളം ജില്ലയ്ക്കാണ് വളരെ ഗുണം ചെയ്യുക. വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന എറണാകുളം, പ്രത്യേകിച്ച് കൊച്ചി, ആലുവ മേഖലകളിൽ പെരിയാർ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവിടെയാണ് വ്യവസായശാലകൾ, ഏതാണ്ട് 620 വ്യവസായശാലകൾ ആലുവ, കളമശ്ശേരി, കൊച്ചി പ്രദേശത്ത് തന്നെയുണ്ട്. അത് വ്യാവസായികമായി നിലനിന്നാൽ മാത്രമേ കേരളത്തിൻ്റെ നട്ടലായ ധനം 65% നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്നാണ്. അപ്പം പെരിയാർ വീണ്ടെടുക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുത്തതിൽ എറണാകുളത്തുകാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അതുകൊണ്ടാണ് എറണാകുളത്ത് ഒരു വലിയ സ്വാഗത സംഘം ഉണ്ടാക്കി. ആലുവയിൽ അതിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്നു. പെരിയാർ പ്രൊട്ടക്ഷൻ കൗൺസിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ ആറിനെ നമ്മൾ പരിഗണിക്കും. ഇത് 2 ആറുകളും നദികളും നമുക്ക് നേരെയാക്കിയാൽ കേരളത്തിൻ്റെ മുഖച്ഛായ ജനഹൃദയങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ളൊരു നല്ല സമീപനം നാഷണൽ NGO കോൺഫെഡറേഷൻ ഇപ്പോൾ ഇതംപ്രദമായി കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഏറ്റെടുത്തിട്ടുള്ള ആ ദൗത്യം എത്രയും വിജയിപ്പിക്കുക എന്നുള്ളത് ജനകീയമായൊരു ആവശ്യമാണ്. അത് സർക്കാരും അത് കണ്ടില്ലെന്ന് നടിക്കില്ല. എല്ലാവിധ പിന്തുണകളും ജനങ്ങളെല്ലാവരും നൽകണം എന്നാണ് സേവ് കേരള മിഷൻ പെരിയാർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നുള്ള സംഘടന എന്നുള്ള പേരിൽ എനിക്ക് പറയാം. സാർ, ഇപ്പോൾ റിവർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്നോ അതിലോട്ട് മാലിന്യങ്ങൾ ഇടുമ്പോൾ അതിനൊരു പെനാൽറ്റി കൊടുക്കുകയോ അത് തടയാനൊക്കെയുള്ള എന്തെങ്കിലും ഒരു സംവിധാനം സർക്കാർ തലത്തിൽ നിലവിലുണ്ടോ? നിലവിൽ പെരിയാർ മലിനീകരണം മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ മലിനീകരണങ്ങളും തടയാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ, അതിൻ്റെ ചട്ടക്കൂടുകൾ, അതിൻ്റെ ബൈലോകളൊക്കെ അവൈലബിളാണ്. പക്ഷെ അതൊന്നും പരീക്ഷണാർത്ഥത്തിൽ പോലും നമുക്ക് നടപ്പിലാക്കാൻ ഇവിടെ കഴിയുന്നില്ല. കാരണം വലിച്ചെറിയുക എന്നുള്ളൊരു സംവിധാനമാണ് മാലിന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ അടുത്ത സമയത്ത് നമുക്കറിയാം ഒട്ടേറെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള പണിഷ്മെൻറ്റുകളൊക്കെ കൊടുത്തു. പക്ഷെ അതെല്ലാം കടലാസിലൂടെയാണ്. അത് കാര്യമായ രീതിയിലുള്ളൊരു അതിൻ്റെ ഒരു നിയമപരമായ നടപടികൾ കോടതികളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ കനത്ത ശിക്ഷ കൊടുത്താൽ മാത്രമേ മലിനീകരണം എന്നുള്ള ഒരു സംഗതിയിലും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് മാതൃകാപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇപ്പോൾ നമുക്കറിയാം ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റ് അല്ല, യഥാർത്ഥത്തിൽ യാർഡാണ്. അതുപോലെ തന്നെ ഒട്ടനവധി ചെറിയ പ്ലാന്റുകളൊക്കെ ഉണ്ട്. ജനവാസ മേഖലയിൽ നിന്ന് ഇതിനെ മാറ്റി ജനങ്ങൾ താമസിക്കാത്ത പ്രദേശങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് ഇതെല്ലാം നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ കൃത്യമായിട്ടും മലിനീകരണ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പക്ഷെ അതിനാവശ്യമുള്ള നടപടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ കൈക്കൊള്ളണം. താങ്ക് യു സാർ.